എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പ്രചോദന കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ കഥ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും എങ്ങനെ അതിൽ നിന്നൊക്കെ തരണം ചെയ്യാം എന്ന് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു ഗർഭിണിയായ മാൻകുട്ടി ഉണ്ടായിരുന്നു. അവൾ കാട്ടിലൂടെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി അരുവിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ആ മാനിനെ ആക്രമിക്കാൻ ഒരു പുലി തക്കം പാർത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു വേടൻ അമ്പുമെടുത്ത് ആ മാനിനെ എയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് കാട്ടുതീ പടർന്നു പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ മൂന്ന് ഭാഗത്തു നിന്നും ആ ഗർഭിണിയായ മാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വരുന്നു. ഒരു ഭാഗത്ത് പുലിയും മറ്റൊരു ഭാഗത്ത് വേടനും പിന്നെ വേറൊരു ഭാഗത്ത് കാട്ടുതീയും ആ മാനിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ആ മാൻ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാനിന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇടിയും മിന്നലോടും കൂടി മഴയും വന്നത്. അപ്പോൾ നല്ല ശക്തിയായ ഇടിമിന്നലും മഴയും വന്നതോടുകൂടി ഇടിയും മിന്നലിൻ്റെ ശക്തി കൊണ്ട് ആ വേടൻ്റെ കണ്ണിൽ പതിച്ചു. ആ വേടൻ അമ്പ് ചെയ്തത് മാനിനെ ലക്ഷ്യം വെച്ച് അമ്പ് ചെയ്തത് നേരെ കൊണ്ടത് പുലിയുടെ ശരീരത്തിലായിരുന്നു. എന്നാൽ ആ മഴയുടെ ശക്തി കൊണ്ട് കാട്ടുതീയും കെട്ടു. അതുപോലെ തന്നെ കാട്ടുതീ കെട്ടു. പിന്നെ വേടൻ അമ്പ് ചെയ്തത് പുലിയുടെ നേർക്കായി. ആ ശക്തിയായ ഇടിമിന്നലേറ്റ് വേടനും മരിച്ചു. ഇങ്ങനെയുള്ള മൂന്ന് സംഭവങ്ങളും ഒരേ സമയത്ത് നടന്നപ്പോൾ ആ മാൻകുട്ടി നല്ല ഒരു മാൻകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ഇതാണ് കഥ. ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അത് എങ്ങനെയും പലതരത്തിൽ അത് പോകും എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മാൻ ഒരു നല്ല കുട്ടിയെ പ്രസവിച്ച് നന്നായി ജീവിക്കാൻ തുടങ്ങി. ഇതാണ് കഥ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.